ഹലോ മച്ചാമാരെ, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ കർമ്മലഗിരിയിലെ എലിഫന്റ് സഫാരി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇനി നേരെ പോകുന്നത് മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ്. കർമ്മലഗിരി പാർക്കിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ അകലെയുള്ള ഒരു ഡാമാണ് ഈ മാട്ടുപ്പെട്ടി ഡാം. ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ ഈ മാട്ടുപ്പെട്ടി ഡാം. ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം ഈവനിങ് ആണ്. ഈ ഡാമിന്റെ എൻട്രി പോയിന്റ് തന്നെ വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട്. പക്ഷെ ഞങ്ങളത് ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് തന്നെ വണ്ടി പാർക്ക് ചെയ്തത് റോഡ് സൈഡിലാണ്. ഈ പാർക്ക് ചെയ്തെടുത്തുനിന്ന് ഡാമിലേക്ക് ഒരു അല്പ ദൂരം നടക്കേണ്ടി വന്നു. എങ്കിലും ഈ വ്യൂ ഒക്കെ ആസ്വദിച്ചുള്ള ആ ഒരു നടത്തം അടിപൊളി തന്നെയായിരുന്നു. നോക്കുക ഗൈസ്, ഈ കാണുന്നതാണ് കേട്ടോ മനോഹരമായ മാട്ടുപ്പെട്ടി ഡാമിലെ വെള്ളം. ഒരു കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണ് കേട്ടോ ഈ മാട്ടുപ്പെട്ടി ഡാം. നമ്മുടെ KSEB ആണ് ഈ ഡാം നിർമ്മിച്ചത്. വൈദ്യുതി ഉൽപാദനത്തിന് വേണ്ടിയാണ് പ്രധാനമായും ഈ ഡാമിലെ വെള്ളം ഉപയോഗിക്കുന്നത്. നോക്കുക ഗൈസ്, ആ കാണുന്നതാണ് പവർ ഹൗസ്. നമുക്കങ്ങോട്ട് പ്രവേശനമില്ല. ഡാമിൻ്റെ 2 സൈഡും ഈ കമ്പിവേലി വെച്ച് കെട്ടിയേക്കുമാണ്. ഈ ഡാമിലെ പ്രധാന ആകർഷണം ഇവിടുത്തെ ബോട്ടിംഗ് ആണ്. പെഡൽ ബോട്ട്സ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഈ നോട്ടീസ് ബോർഡിൽ ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻസും ടൈമിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും ഉച്ചസമയമായി. അതുകൊണ്ട് തന്നെ ഈ ബോട്ടിംഗ് ആസ്വദിക്കാൻ പറ്റണ ഒരു ക്ലൈമറ്റ് അല്ലായിരുന്നു. അതുകൊണ്ട് ആ പാർട്ടി ഞങ്ങൾ സ്കിപ്പ് ചെയ്തു. അങ്ങനെ ഈ ഡാമിലെ കാഴ്ചകളെല്ലാം കണ്ട് ഇതിലെ വട്ടം തിരിഞ്ഞ് നടക്കുമ്പോഴാണ് ഇവിടെ ഈ കുതിരകളെ കാണുന്നത്. ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഹോഴ്സ് റൈഡിങ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. ആദ്യമായിട്ടാണ് കേട്ടോ കുതിരയുടെ മുകളിൽ കയറുന്നത്. നല്ല എക്സൈറ്റഡ് ആണ്. ആ കാണുന്ന തട്ടുംപുറത്തുനിന്നാണ് കേട്ടോ കുതിരയുടെ മുകളിലേക്ക് കയറുക. ഇതല്ല, ഇതിനപ്പുറം ചാടിക്കടന്നവളാണ് ക്രിസ്റ്റീന തോമസ് എന്ന ആറ്റിറ്റ്യൂഡ് ഇട്ട് ആദ്യം വന്ന കുതിരയുടെ മുകളിൽ തന്നെ മുകളിലോട്ട് ചാടിക്കയറി. അങ്ങനെ എനിക്കും കയറാനുള്ള കുതിര വന്നു. ഇവിടെ 200 രൂപയാണ് കേട്ടോ കുതിരയ്ക്ക് ഫീസായത്. ഏകദേശം ഒരു 3 മിനിറ്റ് നമ്മളെ ഇവർ ഈ ഡാമിൻ്റെ സൈഡിലൂടെ കൊണ്ടുപോകും. ഇതേവരെ ഒരിക്കൽ പോലും കുതിരപ്പുറത്ത് കയറാത്തവർ ഒരിക്കലെങ്കിലും കുതിര സഫാരി ഒന്ന് ട്രൈ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു വൈബാണ് കേട്ടോ ഈ കുതിരയുടെ മുകളിൽ ഇങ്ങനെ കുലുങ്ങി പോകുന്നത്. ഇവിടെ വരുമ്പോൾ മിസ്സാവാൻ പാടില്ലാത്ത ഒരു സ്പോട്ടാണ് ഇവിടുത്തെ എക്കോ പോയിന്റ്. ഞങ്ങളുടെ സമയക്കുറവ് മൂലം ഞങ്ങൾക്ക് അവിടെ പോകാൻ കഴിഞ്ഞില്ല. ഈ വീഡിയോയുടെ കൂടെ ആ ലൊക്കേഷൻ ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ മാട്ടുപ്പെട്ടി ഡാമിലെ കറക്കമെല്ലാം കഴിഞ്ഞ് ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ടീ മ്യൂസിയത്തിലേക്കാണ്. പോകുന്ന വഴി ഇൻസിഡന്റലി ശ്രദ്ധയിൽപ്പെട്ട ഒരു സ്പോട്ടാണ് ഈ കർമ്മലഗിരി ബൊട്ടാനിക്കൽ ഗാർഡൻ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ കാക്ടസ് കളക്ഷൻ ആണ്. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് കളക്ഷൻ ഓഫ് കാക്ടസ് ഇവിടെ ഉണ്ടെന്നാണ് ഇവിടെ വായിച്ചത്. ഇതുപോലത്തെ കാര്യങ്ങളോടൊക്കെ ക്രേസ് ഉള്ളവർക്ക് തീർച്ചയായും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് തന്നെയാണ് ഈ ബൊട്ടാനിക്കൽ ഗാർഡൻ. മാട്ടുപ്പെട്ടി ഡാമിൽ നിന്ന് അറൗണ്ട് 5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു സ്പോട്ടിലേക്ക്. മൂന്നാറിലേക്ക് പോകുന്ന വഴിയിൽ തന്നെയാണ് ഈ സ്പോട്ട് ഉള്ളത്. സോ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ ഇനി നേരെ പോകുന്നത് ടീ മ്യൂസിയത്തിലേക്കാണ്. അങ്ങോട്ട് പോകുന്ന വഴിയാണിത്. സോ ഗൈസ്, ഇത്രയും നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ആസ്വദിച്ചെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഗൈസ്, നമ്മുടെ മൂന്നാർ പ്രസിദ്ധമായിരിക്കുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണല്ലോ. ഒന്ന് അവിടുത്തെ ക്ലൈമറ്റും മറ്റൊന്ന് അവിടുത്തെ മനോഹരമായ ടീ പ്ലാന്റേഷൻസും. മൂന്നാറിലെ ടീ പ്ലാന്റേഷൻ്റെ ചരിത്രം നമുക്ക് മുന്നിൽ തുറന്നു വെക്കുകയാണ് ഈ ടീ മ്യൂസിയം. ഇങ്ങോട്ടുള്ള എൻട്രി ഫീസ് വലിയവർക്ക് 150ഉം കുട്ടികൾക്ക് 75 രൂപയുമാണ്. അങ്ങനെ 2 ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു. കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷൻസ് എന്ന കമ്പനിയുടെ ഭാഗമാണ് കേട്ടോ ഈ ടീ മ്യൂസിയം. ഈ കാണുന്നതൊരു സൺഡയലാണ്. പണ്ട് സൂര്യൻ്റെ പൊസിഷൻ വെച്ച് ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിരുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. ഇതിൻ്റെ ഉള്ളിൽ കയറിയ പാടെ വേറെ ഏതോ ലോകത്തെത്തിയ പോലെയാണ് കേട്ടോ തോന്നുക. ഇവിടെ ഈ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന തലകൾക്ക് ശരിക്കും ജീവനുള്ള പോലെ തന്നെ തോന്നിപ്പോകും കേട്ടോ. ഒരു ഷോർട്ട് ഫിലിമിലൂടെയാണ് ഈ മൂന്നാറിലെ തേയില പ്ലാന്റേഷന്റെ ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നത്. 1870കളിൽ ബ്രിട്ടീഷുകാരാണ് മൂന്നാറിലേക്ക് തേയില പ്ലാന്റേഷൻ കൊണ്ടുവന്നത്. ടീ പ്ലാന്റേഷനിലേക്കുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ എത്തിക്കാൻ ഉപയോഗിച്ചിരുന്ന മിഷനറീസ് ആണ് കേട്ടോ ഇതൊക്കെ. പണ്ട് മൂന്നാറിലേക്ക് ഒരു റെയിൽവേ സർവീസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോയാണ് നിങ്ങൾ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ എത്തിയതിനു ശേഷമാണ് ഞാനും ഈ ഒരു കാര്യം അറിയുന്നത്. മ്യൂസിയത്തിനുള്ളിലെ ചില കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. പഴയ ഒരു ടെലിഫോൺ എക്സ്ചേഞ്ചും ഒരു ഫിലിം പ്രൊജക്ടറും പഴയ കുറേ റേഡിയോസും ഒക്കെ ഇവിടെ കാണാം. ഇങ്ങോട്ടേക്കുള്ള മിഷണറീസ് എത്തിച്ചിരുന്ന ഒരു റോപ്പ് വേ ആണ് ഈ ഫോട്ടോയിൽ. ഇത് 1947 ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് സെലിബ്രേഷൻ മൂന്നാർ ടൗണിൽ നടക്കുന്ന ഫോട്ടോയാണ്. ഇത് മൂന്നാറിലുണ്ടായ വെള്ളപ്പൊക്കത്തിൻ്റെയും തുടർന്നുള്ള നാശനഷ്ടങ്ങളുടെയും ഫോട്ടോകളാണ്. ഈ പ്ലാന്റേഷനുള്ളിൽ സാലറി ആയി കൊടുത്തിരുന്നത് ഓരോ ടോക്കണുകളായിരുന്നു. ഈ ടോക്കണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ടോക്കൺ ഈ പ്ലാന്റേഷൻ്റെ ഉള്ളിൽ മാത്രമേ വാല്യൂ ഉണ്ടായിരുന്നുള്ളൂ. പ്ലാന്റേഷൻ്റെ പുറത്ത് അതിനൊരു വാല്യൂയും ഉണ്ടായിരുന്നില്ല.
ഇതൊക്കെയാണ് കേട്ടോ ആ ടോക്കണുകൾ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തോടു കൂടി ഈ ടോക്കൺ സമ്പ്രദായം നിർത്തലാക്കി. ഇതിങ്ങനെ ചെയ്തിരുന്നത് ഇവിടുത്തെ വർക്കേഴ്സ് പെട്ടെന്ന് ജോലി ഉപേക്ഷിച്ച് പോവാതിരിക്കാനും അങ്ങനെ ഒരു സ്റ്റഡി ഫ്ലോ ഓഫ് വർക്ക് ഫോഴ്സ് ഇവിടെ ലഭ്യമാക്കാനും വേണ്ടിയായിരുന്നു. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് തേയിലയിൽ നിന്ന് എങ്ങനെയാണ് ചായപ്പൊടി ഉണ്ടാക്കുന്നതെന്ന് കാണാം. 4 ടൈപ്പ് ചായപ്പൊടികളുണ്ട് കേട്ടോ. ഒന്ന് CTC ബ്ലാക്ക് ടീ, ഓർത്തഡോക്സ് ബ്ലാക്ക് ടീ, വൈറ്റ് ടീ ആൻഡ് ഗ്രീൻ ടീ. ഈ വൈറ്റ് ടീ ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ കേൾക്കുന്നത്. തേയില പ്രോസസ്സ് ചെയ്യുന്നതിലെ വ്യത്യാസമാണ് കേട്ടോ ഈ CTC ബ്ലാക്ക് ടീയും ഓർത്തഡോക്സ് ടീയും ഗ്രീൻ ടീയും തമ്മിലുള്ള വ്യത്യാസം. തേയിലയുടെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ബഡ്സ് ഉപയോഗിച്ചിട്ടാണ് വൈറ്റ് ടീ ഉണ്ടാക്കുന്നത്. ഈ കാണുന്ന മെഷീൻ ഉണ്ടല്ലോ, ഇതാണ് ഓർത്തഡോക്സ് ടീ റോളർ. ഈ മെഷീൻ ഇങ്ങനെ കറങ്ങുമ്പോൾ ഇത് തേയിലേനെ കൃഷി ചെയ്യുകയും അതിൻ്റെ കൂടെ തന്നെ തേയിലേനെ ഇങ്ങനെ റോള് ചെയ്യുകയും ചെയ്യും. ഒരു കൺവെൻഷണൽ ഫോം ഓഫ് ടീ മേക്കിംഗ് ആണ് കേട്ടോ ഈ ഓർത്തഡോക്സ് ടീ റോളർ മെഷീൻ ചെയ്യുന്നത്. നമുക്ക് കൊമേഴ്ഷ്യലായി കിട്ടുന്ന ടീ പൗഡേഴ്സ് ഒക്കെ ഈ CTC ടീ പൗഡേഴ്സ് ആണ്. എന്നുവെച്ചാൽ ചായപ്പൊടി ആകുന്നതിന് മുമ്പ് തേയില 3 പ്രോസസ്സിലൂടെ പോകും: ക്രഷിംഗ്, ടിയറിംഗ് ആൻഡ് കേർലിംഗ്. ഈ 3 പ്രോസസ്സിന് ശേഷം 4ാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫേസാണ് ഫെർമെൻറ്റേഷൻ. ഈ വലിയ ടാങ്കുകളിലേക്ക് തേയില വരികയും ഏകദേശം 60 തൊട്ട് 90 മിനിറ്റ് വരെ ഈ ടാങ്കുകൾക്കുള്ളിൽ ഫെർമെൻറ്റേഷൻ നടക്കുകയും ചെയ്യുന്നു. ഗ്രീൻ ടീകൾക്ക് ഈ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് ഇല്ല കേട്ടോ. CTC പ്രോസസ്സിന് ശേഷം ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് ഇല്ലാതെ നേരെ ഡ്രയറിലേക്കാണ് ഗ്രീൻ ടീ പോകുന്നത്. ബട്ട് ബ്ലാക്ക് ടീ ഫെർമെൻറ്റേഷൻ്റെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് ഡ്രയറിലേക്ക് പോകുന്നത്. അങ്ങനെ 60 തൊട്ട് 90 മിനിറ്റുകൾക്ക് ശേഷം ഈ കൺവെയർ ബെൽറ്റിലൂടെ ഫെർമെൻറ്റേഷൻ കഴിഞ്ഞ തേയില നേരെ ഡ്രയറിലേക്ക് പോകും. ഇതാണ് ഡ്രയർ. ഡ്രയറിൽ നിന്ന് വരുന്ന തേയിലകൾ കൂളിങ്ങിനായി ഈ മെഷീനിലൂടെയാണ് പോകുന്നത്. ഡ്രയറിൽ നിന്ന് വരുന്ന തേയിലപ്പൊടി ഇതുപോലെ ഉണ്ടാവും. അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഈ തേയിലപ്പൊടി തണുപ്പിക്കാനാണ് ആ കൂളിംഗ് മെഷീനിലൂടെ കടത്തിവിടുന്നത്. ഇതാണ് സോർട്ടർ മെഷീൻ. തേയിലേനെ അതിൻ്റെ വേസ്റ്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുവാണ് ഈ മെഷീൻ ചെയ്യുന്നത്. ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ 4 കിലോ തേയിലയിൽ നിന്ന് 1 കിലോ ചായപ്പൊടി മാത്രമേ കിട്ടുകയുള്ളൂ. ബാക്കി 3 കിലോയും വേസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. ഈ വേസ്റ്റിനെ തിരികെ പേപ്പറായിട്ടും കമ്പോസ്റ്റ് ആയിട്ടും ഹെയർ ഡൈ ആയിട്ടും മാറ്റുന്നു. ഗൈസ്, ഇതാണ് വൈബ്രോ സ്ക്രീനർ. തേയിലപ്പൊടിയുടെ സൈസ് അനുസരിച്ച് അതിനെ സോർട്ട് ചെയ്യുകയാണ് ഈ മെഷീൻ ചെയ്യുന്നത്. ഗൈസ്, ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം കൂടെ പറയാം. ഈ തേയിലപ്പൊടിയുടെ സൈസ് കണ്ടോ? ഇതാണ് ഏറ്റവും വലിയ സൈസ്. ഈ വലിയ സൈസുള്ള തേയിലപ്പൊടിക്ക് കളറ് കുറവായിരിക്കും, പക്ഷെ ടേസ്റ്റ് കൂടുതലായിരിക്കും. ഈ റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ ക്ലോക്ക് വൈസ് കറങ്ങി വരും തോറും തേയിലപ്പൊടിയുടെ സൈസ് കുറയും. തേയിലപ്പൊടിയുടെ സൈസ് കുറയുന്നതനുസരിച്ച് അതിൻ്റെ കളർ കൂടുകയും രുചി കുറയുകയുമാണ് ചെയ്യുന്നത്. ഈ തേയിലപ്പൊടിയുടെ സൈസ് കണ്ടോ? ഇതിനൊരു മോഡറേറ്റ് കളറും മോഡറേറ്റ് ടേസ്റ്റുമാണ് ഉണ്ടാവുക. ഈ ലാസ്റ്റിലേത് ഫൈൻ ടെസ്റ്റാണ്. ഈ തേയിലപ്പൊടി യൂസ് ചെയ്യുന്നത് ടീ ബാഗിലേക്കാണ്. ഇതിന് കളർ അധികമായിരിക്കും, എന്നാൽ ടേസ്റ്റ് കുറവായിരിക്കും. ഇതൊക്കെ ഇവിടെ എക്സിബിഷന് വെച്ചിരിക്കുന്ന തേയില സാമ്പിൾസ് ആണ്. ഇവിടുത്തെ ബോർഡിൽ കണ്ടൊരു കാഴ്ചയാണ്. ഇതൊക്കെ ടീയുടെ ബെനിഫിറ്റ്സ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ഗ്രീൻ ടീയുടെ ബെനിഫിറ്റ്സും കാണാം. അങ്ങനെ ഗൈസ്, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടുന്ന് 3 ഐസ് ടീയും വാങ്ങി ഞങ്ങൾ ഇനി നേരെ പോകുന്നത് കൊളുക്കുമലയിലേക്കാണ്. കൊളുക്കുമലയിലെ വിശേഷങ്ങളായി ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി നന്ദി. അടുത്ത വീഡിയോയിൽ കാണും വരെ ഗൈസ്, ടേക്ക് കെയർ. സീ യു.